അതാ പോക്കറ്റ് കഴിട്ടോ പൈസ എടുത്തോ. മനസ്സിലാവാത്തവർക്ക് ഒരിക്കൽ കൂടി കാണാം. കൈ കൊടുത്തു, നേരെ വലത്തെ കൈ സാധുവിന്റെ പോക്കറ്റിൽ പോണു, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു, അടുത്ത കയ്യിലേക്ക് മാറ്റുന്നു, വീണ്ടും കൈ കൊടുക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പ്രശ്നം വേറെയാണ്. ഇത് ബദരീങ്ങളുടെ നീർച്ചയുടെ തലേ ദിവസമോ മറ്റോ സംഭവിച്ച ഒരു കാര്യമാണ്. അവിടെ ആടുമായിട്ടൊക്കെ പോയ ആളുകള്, ഒരു 313 ആട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് 313 ആട് എന്നുള്ളതിന് മുമ്പ് ഒരു 313 ഇന്നോവയുടെ കഥ, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അന്നെന്തായാലും അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു 313 ഇന്നോവയുടെ കാര്യം അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അതേപോലെ തന്നെ ഒരു 313 ആട് ബദരീങ്ങളുടെ നേർച്ചയുടെ തലേ ദിവസം ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇവര് ബദറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയ എന്താണ്? ഈ ആടിനോടും പോത്തിനോടും യുദ്ധം ചെയ്യുക, എന്നിട്ട് അവറ്റകളെയൊക്കെ അറുത്ത് വെട്ടി കീച്ചിങ്ങനെ തിന്നുക, ഇതാണോ ബദർ അനുസ്മരണം? എന്തോട്ടെ, ആ ഒരു രൂപത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട എന്താണ്, ഒരു മുസ്ലിയാർ കുട്ടി വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ കൈ കൊടുത്തു, ആ കൈ എടുത്തിട്ട് നേരെ ആ സാധുവിന്റെ പോക്കറ്റിലിട്ട് ആ പൈസയും കൂടി അടിച്ചു മാറ്റുകയാണ്. അത് അവർക്ക് വിഷയം ഉണ്ടാവില്ലായിരിക്കാം, എന്നാൽ നാം അതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 313 ആടിന്റെ ആ ഒരു രൂപവും അതിനുശേഷം ആ ആടുമായിട്ട് പോകുന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഇത് ഊരലും, ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല. മറ്റൊരു വീഡിയോ ഉണ്ട് നമുക്ക് കാണാൻ. ആവതില്ല, നീച്ചു നടക്കാൻ പോലും ആവതില്ല, എന്നാൽ പിരിവിന്റെ കാര്യത്തിലും പണം ചോദിക്കുന്ന കാര്യത്തിലും അതിൽ യാതൊരു കുറവുമില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടോക്കി. ബദർ ദിനമായ റമദാൻ 17-ാം രാവിനോടനുബന്ധിച്ച് 313 രൂപയുടെ ചലഞ്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ ആളുകളും ഈ പുണ്യമായ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള വരുന്ന രാവുകളിലോ 313 ഉറുപ്പിക മർക്കത്തിന് സംഭാവനയായി അയച്ചു കൊടുക്കാൻ, ഈ ചലഞ്ച് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ ചെറിയ സംഭാവന പലതായി കൂടുമ്പോൾ നമ്മുടെ കടം പരിപൂർണമായി വീടുകയും എനിക്ക് ഒരു സന്തോഷത്തോടു കൂടി ഈ കടം വീടി എന്ന റാഹത്തോടു കൂടി ഇരിക്കാനും ഈ ലോകത്തു നിന്ന് പോകാൻ സാധിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആം ഫീ യൗമിൻ ദി മസ്റബത്തിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ എന്ന ആയത്തിലൂടെ നമ്മുടെ യതീമക്കളെ സംരക്ഷിക്കലും സാധുക്കളെ സംരക്ഷിക്കലും അതുപോലെ വിധവകളെ സഹായിക്കലും മറ്റ് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടമാണെന്ന് അറിയിച്ചതാണ് ഈ ആയത്തിലൂടെ നാം കേൾക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ജീവിക്കാനും അള്ളാഹു താൻ പൊരുത്തപ്പെട്ട നിലക്ക് മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും നോട്ടവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായില്ലേ? അപ്പോ പൈസ, പണമാണ് മുഖ്യം ബിഗിലെ, അതാണ് ഇവരുടെ കാര്യം. ഇവർക്ക് എന്തിനും പണമാണ് മുഖ്യം, പണം വേണം ഇവർക്ക്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പോക്കറ്റ് കൈയിട്ട് എടുക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരിച്ചറിയുക. നീച്ചടക്കാൻ വയ്യെങ്കിലും എവിടെയെങ്കിലും ചാരി ഇരുന്നു കൊണ്ടൊരു മൈക്കന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ വിജയിപ്പിക്കുക, സഹകരിക്കുക, സഹായിക്കുക, കൊണ്ടറിയും കൈക്കോട്ട് പോലെ JCB പോലെ.
ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, JCB കുറച്ച് തള്ളും ചെയ്യും, എന്നാൽ ഇത് മാന്തൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അത് ഈ ഉമ്മത്തെ ചൂഷണം ചെയ്യുന്ന അതിന്റെ മറ്റൊരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പണത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുതല് അത് സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് സക്കാത്ത് നൽകുക, സദഖ നൽകുക എന്നുള്ളതൊക്കെയാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കുക. ഇത് ഒരു ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടേ കൂട്ടിക്കൊടുക്കണ്ട. ഇവര് ഹുബ്ബ് ദുനിയ മൂത്തുകൊണ്ട്, മരണഭയം മൂത്തുകൊണ്ട് ഇന്നും ഹുബ്ബ് മാലുമായിട്ട് മുതലിനോട് അത്യാർത്തി മൂത്തിട്ട് ദീന് മറന്ന്, അള്ളാഹുവിനെ മറന്ന്, അള്ളാഹുവിന്റെ ഹബീബിനെ മറന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുക, മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.